നമസ്കാരം. ദക്ഷിണ ചൈന കടലിൽ അമേരിക്കൻ നാവികസേനയുടെ ഒരു ഫൈറ്റർ ജെറ്റും ഒരു ഹെലികോപ്റ്ററും തകർന്നു വീണ സംഭവം ആഗോള സൈനിക ശക്തികളിൽ അമേരിക്കയുടെ പ്രവർത്തന നിലവാരത്തെയും സാങ്കേതിക മേധാവിത്വത്തെയും കുറിച്ചുള്ള ചോദ്യങ്ങൾ വീണ്ടും ഉയർത്തുകയാണ്. പതിവ് ഓപ്പറേഷനുകൾക്കിടെ നടന്ന ഈ അപകടങ്ങൾക്ക് പിന്നിൽ ശത്രുക്കളുടെ ഇടപെടൽ ഇല്ല എന്ന് അമേരിക്കൻ പസഫിക് ഫ്ലീറ്റ് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ആവർത്തിച്ചുണ്ടാകുന്ന ഇത്തരം തകരാറുകൾ അമേരിക്കൻ നാവികസേനയുടെ പ്രവർത്തന സന്നദ്ധത കുറയുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് കണക്കാക്കുന്നത്. അമേരിക്കയുടെ ആയുധ വിപണിയാണ് ബാധിക്കാൻ ഇത് പോകുന്നത്. അമേരിക്ക അഭിമാനം കൊണ്ട ആധുനിക യുദ്ധവിമാനമായ F-35 കാര്യക്ഷമത എത്രത്തോളമാണ് എന്നത് പല രാജ്യങ്ങളിൽ തകർന്നു വീണപ്പോൾ ലോകം തിരിച്ചറിഞ്ഞതാണ്. തിരുവനന്തപുരത്ത് ബ്രിട്ടന് അമേരിക്ക നൽകിയ F-35 ലാൻഡ് ചെയ്യേണ്ടി വന്നതും മഴ കൊണ്ട് ഏറെ നാൾ കിടക്കേണ്ടി വന്നതുമെല്ലാം നാണക്കേട് ഉണ്ടാക്കിയത് അമേരിക്കയ്ക്കാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ അപകടവും സംഭവിച്ചിട്ടുള്ളത്. ആയുധ വിപണിയിലെ അമേരിക്കയുടെ മേധാവിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. സ്വയം തകർന്നു വീണതായാലും ശത്രുക്കൾ വീഴ്ത്തിയതായാലും അത് ആയുധ വിപണിയിലുണ്ടാകുന്ന ചലനം ഒന്നു തന്നെയാണ്. ഒരേ കരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിൽ നിന്നുള്ള 2 വിമാനങ്ങൾ 30 മിനിറ്റിന്റെ ഇടവേളയിൽ തകർന്ന് ഗുരുതരമായ വിഷയമാണ്. ഈ അപകടങ്ങൾ സാങ്കേതിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വിമാനവാഹിനി കപ്പലുകളിലെ കഠിനമായ ഓപ്പറേഷൻ സാഹചര്യങ്ങൾ മൂലമുള്ള പ്രവർത്തനപരമായ പിഴവുകളോ ആകാമെന്നാണ് പ്രാഥമിക സൂചനകൾ. തുടർച്ചയായി സംഭവിക്കുന്ന അപകടങ്ങൾ സൂചിപ്പിക്കുന്നത് നാവികസേനയുടെ വർദ്ധിച്ച ഓപ്പറേഷൻ വേഗത കാരണം ജീവനക്കാരുടെ പരിശീലനത്തിലും വിമാനങ്ങളുടെയും കപ്പലുകളുടെയും കൃത്യമായ പരിപാലനത്തിലും വീഴ്ച സംഭവിക്കുന്നുണ്ട് എന്നതാണ്. മേഖലയിൽ സൈനിക മേധാവിത്വം നിലനിർത്താൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം വീഴ്ചകൾ അമേരിക്കയ്ക്ക് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ദക്ഷിണ ചൈന കടലിലെ ഈ അപകടങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, മറിച്ച് അമേരിക്കൻ നാവികസേനയുടെ പ്രവർത്തന മികവിനും സാങ്കേതിക മേധാവിത്വത്തിനുമേൽ വീഴുന്ന ഒരു കറുത്ത നിഴലാണ്. അമേരിക്കയുടെ വിമാനങ്ങൾ തകരുമ്പോൾ ചൈന തങ്ങളുടെ സാങ്കേതിക ശേഷി വർദ്ധിപ്പിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ദക്ഷിണ ചൈന കടലിൽ അമേരിക്കയുടെ സാങ്കേതിക മേധാവിത്വം ക്രമേണ ഇല്ലാതാകുകയാണെന്നും കൂടാതെ അതല്ലെങ്കിൽ ഒരു കടുത്ത വെല്ലുവിളി നേരിടേണ്ടി വരുമെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഇനി അമേരിക്കയ്ക്ക് ഈ മേഖലയിലെ സന്തുലിതാവസ്ഥ നിലനിർത്തണമെങ്കിൽ തങ്ങളുടെ പ്രവർത്തന നിലവാരം മെച്ചപ്പെടുത്തുകയും സാങ്കേതിക വിദ്യാരംഗത്തെ തളർച്ചകൾ വേഗത്തിൽ പരിഹരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഏറെ കാലമായി അമേരിക്കൻ ആയുധ വിപണി ശക്തമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വാക്ക് ഇതോടെ അവസാനിക്കും. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.